കൊല്ലം നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 3 മരണം. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിലാൽ, അജയകുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. 5 പേരുടെ നില ഗുരുതരമാണ്. ബസ് സ്റ്റാൻഡിൽ 10ഓളം പേർ ഉണ്ടായിരുന്നു. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അതേസമയം നീലേശ്വരത്ത് അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ലോറിയുടെ ടയറുകൾ തേഞ്ഞ നിലയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വാഹനമെത്തിയത്. 17 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും GPS ഓഫാക്കിയ നിലയിലെന്നും സ്പീഡ് ഗവർണറിലെന്നും MVD കണ്ടെത്തി. വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി RTA ബോർഡിന് സമർപ്പിക്കും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ലൈസൻസ് നടപടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ് ഗൗരവ സ്വഭാവമുള്ള കുറ്റം. ഹെവി ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടിക്കും. അദ്ദേഹത്തിന് ആദ്യത്തെ ട്രിപ്പാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ കുറഞ്ഞതും ഈ അപകടത്തിന് കാരണമായെന്ന് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളും നൽകും. ഒപ്പം അപകടമുണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് S വിനീഷും ചേരും. ആദ്യം ഡാനിലേക്ക്. ഡാന്, ഈ നടപടികളിലേക്കൊക്കെ പോവുകയാണ്. കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണയായി കഴിഞ്ഞു. ആദ്യമായി വണ്ടി ഓടിക്കുന്ന ആളാണ്, ഈ ടിപ്പറൊക്കെ ഓടിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാകുന്നു. ലൈസൻസ്, ഈ വണ്ടിക്ക് GPS ഇല്ല, തേഞ്ഞ ടയറാണ്, ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വന്ന് നടപടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ വാഹനങ്ങൾ അത്തരത്തിൽ തിരക്കേറിയ വഴിയെ കടന്നു പോകുന്ന അങ്ങനൊരു സ്ഥലമല്ല ഇത്. ഒരു പോക്കറ്റ് റോഡാണ്. അവിടെ ഈ സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുമില്ല. ഈ ബുള്ളറ്റിലേക്കാണ് ആദ്യം വാഹനം ഇടിക്കുന്നത്. ബുള്ളറ്റിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ നേരെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ കാത്തു നിന്നിരുന്ന ഏതാണ്ട് 10 മുതൽ 15 വരെ ആൾക്കാരുടെ നടുവിലേക്ക് വാഹനം ഇടിച്ചു കയറുകയും അത് വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുകയും ചെയ്യുമായിരുന്നു. അത് ഭാഗ്യവശാലാണ് അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികളും പോലീസുമൊക്കെ ഇപ്പോൾ നൽകുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻമാർ പാരിപ്പള്ളിയിൽ നിന്ന് അടക്കം എത്തി. പോലീസ് ഫോറൻസിക് സർജൻമാരുടെ മേൽനോട്ടത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ഈ കാണുന്ന പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണയായി ഇവിടെ അപകടമുണ്ടായി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മരിച്ചുപോയ 3 ബന്ധുക്കളുടെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഫോറൻസിക് സർജൻമാർ ഇവിടേക്ക് എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. ബന്ധുക്കളെ അടക്കം ഈ 3 മൃതദേഹങ്ങളെയും അടിയിൽ എത്തിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. തുടർന്ന് ശരീരത്തിലെ മാർക്കുകൾ, ബാഹ്യ ശരീരത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ ഇൻക്വസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായി രേഖപ്പെടുത്തും. അതിനുശേഷം ഫോറൻസിക് സർജൻമാർ ഇവിടേക്ക് എത്തി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടി കഴിയും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അജയകുമാർ KSRTC ജീവനക്കാരനാണ്. ഇന്ന് അദ്ദേഹം ജോലിക്ക് എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കി കാണാൻ യാത്രയപ്പ് നൽകാനായി പ്രത്യേകം ആംബുലൻസൊക്കെ തയ്യാറാക്കി പുറത്ത് കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം പാർത്ഥിവ് ഇന്നലത്തെ പോലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ആ യാത്ര അവസാന യാത്രയായി. ദുഃഖം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് പാർത്ഥിവിന്റെ കുടുംബം. ഹരികുമാർ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹം എന്നും വരുന്ന വഴിയെ സാധാരണയായി വരുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്പലപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ഈ നീലേശ്വരത്ത് വെച്ച് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വരികയും വിധി അദ്ദേഹത്തിന്റെ ജീവൻ ടിപ്പറിന്റെ രൂപത്തിൽ കവർന്നെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നവരിൽ ടിപ്പർ ലോറിയുടെ ഡ്രൈവറുടെയും
അതോടൊപ്പം തന്നെ മറ്റൊരാളുടെയും ആരോഗ്യനില അല്പം ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയെ അടക്കം ഋതിക് എന്ന വിദ്യാർത്ഥിയെ അടക്കം വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ സംഭവ സ്ഥലത്തും പിന്നീട് ആശുപത്രിയിലുമൊക്കെ എത്തി മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തായാലും 1.5 മണിക്കൂറിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള അവസാന നടപടികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടരുക ഡാന്. വിനീഷ് അപകട സ്ഥലത്തുണ്ട്. അപകടത്തിൻ്റെ കാരണം വിനീഷ് പ്രത്യേകിച്ചൊന്നും വ്യക്തമാക്കേണ്ടതില്ല. കാരണം അമിത വേഗമാണ്, ഡ്രൈവറുടെ പരിചയക്കുറവുണ്ട്, ടിപ്പർ ഓടിക്കാൻ ലൈസൻസ് ഇല്ല, ആദ്യമായി വണ്ടി ഓടിക്കുന്നു, റോഡിൻ്റെ ശാസ്ത്രീയതയുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനൊരു അപകടം സംഭവിച്ചതിന് ശേഷം ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികൾ, ഈ ഡ്രൈവറുടെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വാഹനം ഈ ടിപ്പർ ലോറിയുടെ ഉടമകൾ വണ്ടിയുടെ ഫിറ്റ്നസ് അടക്കം പ്രശ്നമാണല്ലോ, അവർക്കെതിരെയുള്ള ശക്തമായ ആക്ഷൻസ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും രഞ്ജിത്ത്, കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് RTO ഇവിടെ എത്തി വിശദമായി പരിശോധനകൾ നടത്തിയിരുന്നു. വാഹനത്തിൽ പരിശോധന നടത്തി വാഹനത്തിനിടയാക്കിയ, അതായത് അപകടത്തിനിടയാക്കിയ വാഹനം അല്പസമയം മുന്നെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഫോറൻസിക് സംഘമടക്കം ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതായിരുന്നു കാരണം. ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹെവി ലൈസൻസും ഇല്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട വാഹനത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിന് 17 വർഷത്തെ പഴക്കമാണുള്ളത്. മുൻപും പലതവണ നിയമലംഘനങ്ങൾ ഈ വാഹനം പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപകടത്തിന് പിന്നാലെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് RTO റദ്ദാക്കിയതായിട്ടാണ് മാധ്യമങ്ങളോട് അല്പസമയം മുന്നേ പറഞ്ഞത്. കടുത്ത നടപടിയിലേക്ക് വാഹന വകുപ്പ് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു. കാരണം നേരത്തെയും സമാനമായ രീതിയിൽ ഈ വാഹനം പിടിച്ചിട്ടുള്ളതാണ്. പിടിച്ചിട്ടും ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഒന്നും തന്നെ ഇല്ലാതെ, കൃത്യമായിട്ടുള്ള നിയമം ഒന്നും തന്നെ പാലിക്കാതെ വീണ്ടും നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ഹെവി ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ടിപ്പർ ഡ്രൈവർ നിസാം എന്നാണ് പേര്. 1 മാസം മുമ്പാണ് ഇയാൾ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അമിത വേഗതയിൽ ദ്രുതഗതിയിൽ വാഹനം ഓടിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ നാടിനെ അത്രയേറെ നടുക്കിയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ നിന്നും ആരും ഇതുവരെ മുക്തരായിട്ടില്ല. നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാർത്ഥിബ് എന്നൊരു വിദ്യാർത്ഥിയാണ് ഇവിടെ പൊലിഞ്ഞത്. പാർത്ഥിബ് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഇതൊരു ബസ് സ്റ്റോപ്പ് ഒന്നുമല്ല, എന്നാലും വാഹനം നിർത്താനായിട്ട്, വാഹനത്തിൽ കയറാനായിട്ട് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. മുൻപ് ഇവിടെ ഒരു മതിലായിരുന്നു. ഈ കാണുന്ന ഈ വീടിന് തൊട്ട് മുന്നിലായിട്ട് ഒരു മതിൽ ഉണ്ടായിരുന്നു. ഈ മതിലാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപകടത്തിന് ശേഷം തകർന്നിട്ടുണ്ട്. അതായത് അമ്പലപ്പുറം ഭാഗത്തു നിന്നായിരുന്നു ഈ വാഹനം എത്തിയത്. ഫുൾ ലോഡ് ആയിട്ട് മണ്ണ് കയറ്റി വന്ന ലോറിയാണ് അമിത വേഗതയിൽ എത്തുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ മറിയുകയും ചെയ്തു. അതായത് 10ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ ബസ്സിൽ കയറാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൻ്റെ അമിതമായിട്ട് അപകടകരമായ വരവ് കണ്ട് വിദ്യാർത്ഥികൾ മറ്റു ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി ഓടി മാറിയത് കൊണ്ടാവാം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കോ ഒന്നും തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 3 പേരാണ് ഇവിടെ മരണപ്പെട്ടത്. അതിലൊരു വിദ്യാർത്ഥിയുണ്ട്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കടലാവള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയുടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ, പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാം തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ടെല്ലാം ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഡാന്, പോസ്റ്റ്മോർട്ടം നടപടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ്. വളരെ വേഗം അത് പൂർത്തിയാകുമെന്ന് കരുതണം. ബന്ധുക്കൾ എല്ലാം അവിടെ എത്തിയോ? നേരത്തെ ഡാൻ പറഞ്ഞ വല്ലാത്തൊരു സാഹചര്യം ആശുപത്രിയിലുണ്ട്. പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകളടക്കം ഇന്ന് തന്നെ ഉണ്ടാകുമോ?
ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അടക്കം ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നിരുന്ന പ്രത്യേക സജ്ജമാക്കിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളാണ് ആരംഭിക്കേണ്ടത്. അതിനുവേണ്ടി അല്പസമയത്തിനകം ഫോറൻസിക് സർജന്മാരുടെ ഒരു ടീം ഇവിടേക്ക് എത്തും. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നതാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്തും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തുമൊക്കെ ഡോക്ടർമാരും പോലീസും ഒക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി. കാരണം മരണകാരണം ശാസ്ത്രീയമായി കണ്ടെത്തുക, ഇതൊരു അപകട മരണമാണ്. അപ്പം മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ഫോറൻസിക് പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണൊരു വെല്ലുവിളി. പക്ഷേ വളരെ ദാരുണമായൊരു സാഹചര്യത്തിലാണ് ഈ മൃതദേഹങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വേണം ഈ പരിശോധനകളൊക്കെ പൂർത്തിയാക്കാൻ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സമയ ദൈർഘ്യം എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കിടക്കണം. അതിനായി ഫോറൻസിക് സർജന്മാർ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അവർ അല്പസമയം മുമ്പ് പാരിപ്പള്ളി നടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സർജന്മാർ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടേക്ക് എത്തിച്ചേരും. അവർ വന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത്, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒരുപക്ഷെ എടുത്തേക്കാം. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് നമുക്ക് ഒരു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.